നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. എല്ലാ ഫ്രഷ് വെജിറ്റബിൾസും ചേർത്ത് ഉണ്ടാക്കിയ ഹൈലി ഫോർട്ടിഫൈഡ് ഫുഡായ ഈ ഉപ്പുമാവിനെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല പൂവമ്പഴം നമ്മുടെ വീട്ടിലുള്ളതാണ്. യാതൊരുവിധ കീടനാശിനികളും ചേർത്ത് ഉണ്ടാക്കാതെ നല്ല പൂവമ്പഴം. ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ടാണ് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ കുറവ് വേണ്ട, സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചില്ലറ വെജിറ്റബിൾസൊക്കെ ചേർത്താണ് ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു പിക്കിളാണ്, സ്പോണ്ടിയാസ് ചിക്കൻ പിക്കിൾ. എൻ്റെ ഹസ്ബൻഡിന് പഴം കൂട്ടി തിന്നുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ചിക്കൻ പിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്കിളോ അല്ലെങ്കിൽ മീൻകറിയോ, അതുകൊണ്ടാണ് പിക്കിൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് പാല്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഈ പാലിനകത്ത് ഹോർലിക്സ് ചേർത്ത പാലാണ്. ഈ ഹോർലിക്സ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഹോർലിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ച് അതിൻ്റെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം. ഒരു ലൈക്കും ഷെയറും ഒക്കെ തന്ന് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കില്ലേ? എല്ലാവർക്കും നന്മ വരട്ടെ. ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഭവമാണ്. ഇത് മോഹൻലാലിൻ്റെ സോൾട്ട് മാംഗോ ട്രീ അല്ല, ഇതൊരു ഫോർട്ടിഫൈഡ് വെജിറ്റബിൾ മാംഗോ ട്രീ ആണ്. ഉപ്പുമാവ്. ഈ ഉപ്പുമാവിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നും എല്ലാ കാര്യവും നമുക്കറിയാമെന്ന്. വാസ്തവത്തിൽ നമുക്ക് എല്ലാ കാര്യവും അറിയില്ല. എന്ത് അറിയാമെന്ന് അറിയുന്നതും എന്തറിയില്ല എന്നറിയുന്നതുമാണ് യഥാർത്ഥമായ അറിവ്. നമുക്ക് യഥാർത്ഥമായ ഒരു അറിവ് എന്താണെന്ന് അറിയുക. എന്തൊക്കെ നമുക്ക് അറിയാമെന്നും എന്തൊക്കെ നമുക്ക് അറിയില്ല എന്നതുമാണ് നമ്മുടെ യഥാർത്ഥമായ അറിവെന്നാണ് നിക്കോളാസ് കോപ്പർനിക്കസ് പറയുന്നത്. ഇത് ഒരു നല്ല ചിന്തയാണ്. നമുക്ക് അറിയാവുന്നതുമല്ല അറിയാത്തതും ഉണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ അറിവ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം. ആവശ്യത്തിന് നോൺ സ്റ്റിക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇടുന്നു. ആദ്യം എപ്പോഴും നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണല്ലോ ആരംഭിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായ ശബ്ദം വന്നു തുടങ്ങി. കടുകിടാം. ഉപ്പുമാവിന് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ തേങ്ങ ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ഈ കടുക് പൊട്ടിത്തുടങ്ങിയാൽ എണ്ണ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. കടുക് പൊട്ടുന്ന ശബ്ദം കേൾക്കാമല്ലോ. ടപ്പേ ടപ്പേ ടപ്പേ. കടുക് സ്വല്പമായിട്ട് പൊട്ടി തുടങ്ങിയാൽ ഉടനെ അതിനകത്തേക്ക് ചെറുപയർ പരിപ്പിടണം. ചെറുപയർ പരിപ്പ് ഒരുമാതിരി മൂത്ത് കഴിഞ്ഞാൽ നുറുക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ 2-3 പീസസ് ഇടണം. ഇത് മൂത്ത മണം വന്നു തുടങ്ങി. ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി ഇവ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇഞ്ചിയൊക്കെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറിവേപ്പില എപ്പോഴും ഞാൻ പൊടിച്ചാണ് ഇടുന്നത്. അത് കറിവേപ്പില പോ എന്ന് പറഞ്ഞ ആരും അതിനെ കളയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിട്ട് ഇളക്കി തുടങ്ങിയപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും.
ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഉടനെ ഇത്രയും വിഭവങ്ങളാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത്. ആദ്യമായിട്ട് സവോള ചേർക്കുക. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫുള്ളി വെജിറ്റബിൾ ചേർത്ത ഒരു ഉപ്പുമാവാണ്. ഇത് ഹൈലി ഫോർട്ടിഫൈഡ് ഫുഡാണ്. കാരണം ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. സവോള ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് അടുത്ത താരം കാണാലോ, ബീൻസ് വളരെ നന്നായി കഴുകി വൃത്തിയാക്കി വളരെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായി ഇളക്കി പതിയെ വേകണം. നമ്മൾ റവ ഉപയോഗിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ റവ, ഒരു കപ്പ് റവയ്ക്ക് ഒരു 1.5 കപ്പ്, ഒരു കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന ഉപ്പുമാവായിരിക്കും. അതിന് പകരം അതിന് കൂടുതൽ വെള്ളം ഒഴിക്കുക. 1.5 അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ല കുഴഞ്ഞ ഉപ്പുമാവ്, നമ്മൾ ട്രെയിൻ ഉപ്പുമാവെന്ന് പറയുന്നില്ലേ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുള്ള ഉപ്പുമാവ്, അതുപോലെ കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ വെള്ളം ഒഴിക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേകണം. ബീൻസ് ഒരുമാതിരി വാടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഇടേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് ചിരണ്ടി വെച്ചിരിക്കുന്നു. ക്യാരറ്റ് തിളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കളറ് പോകുന്നതിന് മുമ്പ് തന്നെ പച്ച ചീരയും മുരിങ്ങയിലയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. പച്ചച്ചീര, മുരിങ്ങയില. ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് നന്നായി വറുത്ത റവയാണ്. വറുത്ത റവ 1 കപ്പാണ് ചേർക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ എമൗണ്ട് കൂടുതലുള്ളത് കൊണ്ട് സ്വല്പം എണ്ണ കൂടെ ആവശ്യമുണ്ട്. ഇത് ഉപ്പിട്ട് വഴറ്റുകയാണെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാം നിറം അങ്ങ് മാറിപ്പോകും. അതിന് പകരം ഉപ്പ് നമ്മൾ വെള്ളത്തിലാണ് ചേർക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും പറ്റിപ്പിടിക്കാതെ നന്നായിട്ട് ഇരിക്കും. ഇനി ചേർക്കുന്നത് തേങ്ങ. ഇനി ചേർക്കാൻ 2 വിഭവമേ ഉള്ളൂ. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആൻഡ് കിസ്മിസ്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും നട്ട്സും കിസ്മിസും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, ഒരുമാതിരി എല്ലാം വഴന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തേക്ക് ഉണ്ടോ, ഈ ചോട്ടാ ഭീമിൻ്റെ കപ്പിന് 1 കപ്പ് വറുത്ത റവ. ഏതാണ്ട് 1:1 റേഷ്യോയിലാണ് എല്ലാ വെജിറ്റബിൾസും ഈസ്റ്റു വറുത്ത 1 കപ്പ് റവ. 1 കപ്പ് വെജിറ്റബിൾസ് 1 കപ്പ് ഏതാണ്ട് ഉണ്ട് വറുത്തത്.
ഈ വറ ഈ റവ ഇട്ട് കഴിഞ്ഞ് റവ നന്നായിട്ട് ചൂടാകണം. വറുത്തതാണെങ്കിൽ പോലും ഈ വെജിറ്റബിൾസിനോട് കൂടെ ചേർന്ന് ഇത് ചൂടാകണം. ചൂടായി വരുന്നതേ ഉള്ളൂ. റവ നന്നായിട്ട് ചൂടാകണം. റവ ചൂടായൊരു മണമൊക്കെ വന്നു തുടങ്ങി. യെസ്, എല്ലാം പാകമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ചൂടുവെള്ളമാണിനി. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഇത് തെറിക്കാതിരിക്കും. 2 കപ്പ് ചൂടുവെള്ളം, ഉപ്പ് ചേർത്ത ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടി ഇതിലോട്ട് ചേർക്കുന്നു. നല്ല കുഴഞ്ഞ് നല്ല മയമുള്ള ഉപ്പുമാവ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് 1 സ്പൂൺ ബട്ടർ. ഇത് കിട്ടുന്നത് കൊണ്ട് ഒരു നല്ല മണവും നല്ല രുചിയും ഉപ്പുമാവിന് ലഭിക്കുന്നു. ബട്ടർ ഇതിനകത്ത് കിടന്ന് ചൂടാകുമ്പോൾ തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടർ ഒത്തിരി നല്ല ഒരു ഫുഡാണെന്ന് അറിയാമല്ലോ. അത് ഓപ്ഷനിലാണ്. ബട്ടർ വേണ്ട എന്നുള്ളവർ ബട്ടർ ഉപയോഗിക്കേണ്ട. ബട്ടർ ഇല്ലാതെ തന്നെ ഉപ്പുമാവിന് എല്ലാ പോഷക ഗുണങ്ങളും നിറഞ്ഞ ഒരു ഉപ്പുമാവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മോഹൻലാലിൻ്റെ സോൾട്ട് മാംഗോ ഇഡ്ഡലി അല്ല, നമ്മുടെ സ്വന്തം വെജിറ്റബിൾ ഉപ്പുമാവ്. ഇത് ഏത് പാകത്തിലാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ എടുക്കണം. ചിലർക്ക് ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും എൻ്റെ വീട്ടിലുള്ളവരാണല്ലോ അതിൻ്റെ ഇരയാകുന്നത്. ഇന്ന് രാവിലെ എൻ്റെ മോൻ വിളിച്ച് പറയുമായിരുന്നു, ഓ അപ്പ ഇതിൻ്റെ എല്ലാ ഇര അപ്പയാണല്ലോ, കൊള്ളാലോ, ഞങ്ങളിവിടെ ഇല്ലല്ലോ എന്ന് മക്കൾസ് പറയും. എന്നാൽ എൻ്റെ മെയ്ഡുണ്ടല്ലോ, മേരി, എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യണത്. അവളെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയാലും പൊടിഞ്ഞേ ഇരിക്കത്തുള്ളൂ. പക്ഷേ അവളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഈ ഉപ്പുമാവാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവളെ പഠിപ്പിച്ചു. കണ്ടല്ലോ, കുഴഞ്ഞിരിക്കുന്ന നല്ല വെജിറ്റബിൾ പൂരിതമായ റവ ഉപ്പുമാവ് റെഡി. ഇനി ഇതുപോലെ വേറെ ചില പദാർത്ഥം കൊണ്ടും ഇതുപോലത്തെ ഉപ്പുമാവ് ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആണല്ലോ.